ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. പെദ്ദി റൈറ്റർ ഡയറക്ടർ ബുച്ചി ബാബു സന, രാം ചരൺ ഹീറോ ആയിട്ട് വരുന്ന ഏറ്റവും പുതിയ ചിത്രം. എന്നെ സംബന്ധിച്ചുള്ള ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ ഇത് 8 നിലയിൽ പൊട്ടു ഒരു അണുകുണ്ടാണെന്ന് വിചാരിച്ചിടത്തുനിന്ന് ഒരു എബോ ആവറേജ് ആയി എനിക്ക് അത്യാവശ്യം വാച്ചബിൾ അനുഭവം തന്ന ചിത്രം തന്നെയാണ് പെദ്ദി. ഒരു വളരെ ബിലോ ആവറേജ് ഫസ്റ്റ് ഹാഫ്, ഒരു ക്രിഞ്ച് ഫെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ്. പക്ഷെ അത് തീരുന്നതിനൊരു 20 മിനിറ്റ് മുമ്പ് ഒരു കത്തി കയറുന്ന കുറച്ച് സീനുകളും സീക്വൻസും ഒക്കെ ഉണ്ട്. അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കുന്ന, എങ്കിൽ ഒരുപാട് സിനിമാറ്റിക് ലിബർട്ടിയും മാസ് മസാല സീനുകളും ഇമോഷണൽ സീനുകളും ഒക്കെ കുത്തി നിറച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാച്ചബിൾ അനുഭവമുള്ള ഒരു സെക്കൻഡ് ഹാഫ്. അതിലൊക്കെ ഉപരി ഇതിന്റെ ഒരു മെയിൻ ക്രക്സ് ആയിട്ടുള്ള ഒരു ഗ്രാമത്തിന്റെ ഐഡന്റിറ്റി, അല്ലെങ്കിൽ ആ ഒരു ഹീറോയുടെ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ നല്ല രസമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇമോഷണൽ കണക്ട് പ്രേക്ഷകരിൽ ഉണ്ടാക്കാൻ അത്യാവശ്യം ഞാൻ ഈ പറഞ്ഞ ഫസ്റ്റ് ഹാഫിന്റെ അവസാനത്തോടും സെക്കൻഡ് ഹാഫിലുടനീളവും ആ ഒരു ഇമോഷണൽ കണക്ട് ഉണ്ടാക്കാൻ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. അത്യാവശ്യം നന്നായി രാംചരൺ അഭിനയിച്ചിട്ടുണ്ട്. RRR, രംഗസ്ഥലം ഇതുപോലുള്ള സിനിമകളിൽ പുള്ളി ഒരു നല്ല ആക്ടറാണെന്ന് പുള്ളി തെളിയിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് വരുന്ന ഒരുപാട് സീനുകളുണ്ട്. ഇനി അങ്ങോട്ട് പറയുന്നത് തീർച്ചയായിട്ടും സ്പോയിലേഴ്സ് ഉണ്ടാവും. 1980 കാലഘട്ടങ്ങളിൽ തുടങ്ങുന്ന ഒരു ഫ്ലാഷ് ബാക്ക്, അത് 1995 വരെ വരുന്ന പെദ്ദി എന്ന് പറയുന്ന രാംചരന്റെ ക്യാരക്ടറിന്റെ ഒരു കമ്മിങ് ഓഫ് ഏജ് കൂടി എന്ന് വേണമെങ്കിൽ പറയാം ഈ സിനിമ. അതേ ഒരു എന്താ പറയാ, ആ ഗ്രാമം ഞാൻ പറഞ്ഞല്ലോ ഐഡന്റിറ്റി ക്രൈസിസ് ഉള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ വളരെ ലോ ലൈഫ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്നുണ്ട്. ഇവർക്കൊരു വിലയില്ല. തോട്ടിപ്പണികൾ, അങ്ങനെ ഇവർക്ക് വേജസ് വളരെ കുറവാണ്. ബാക്കിയുള്ളവർക്ക് കിട്ടുന്നതിന്റെ പകുതി ആണ് ഇവർക്ക് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവഗണനയിലൂടെ പോകുന്ന ഒരു ജനത. അപ്പൊ അവർക്ക് രക്ഷകനായിട്ട് വരുന്ന രാംചരന്റെ ക്യാരക്ടർ, പക്ഷെ ഒരു പോയിന്റിലാണ് പുള്ളി അത് റിയലൈസ് ചെയ്യുന്നത്. അത് റിയലൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ജഗപതി ബാബുവിന്റെ അതേ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. പുള്ളി നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നമ്മുടെ ഡാഡി ഗിരിജ. ഡാഡി ഗിരിജ അത്യാവശ്യം വലിയ ഗെറ്റപ്പ് ഒന്നും ഇല്ലാതെ ആ ഗ്രാമത്തിലെ പുള്ളിയെ മേക്കപ്പ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ എനിക്ക് കുറച്ച് ടൈം എടുത്തു. ആ കണ്ണുകൾ വെച്ചിട്ടാണ്, ശബ്ദം വെച്ചിട്ടാണ് ഞാൻ കണ്ടുപിടിച്ചത്. പുള്ളി നല്ല രസമായിട്ട് ആ റോൾ ചെയ്തിട്ടുണ്ട്. പുള്ളിയാണ് പെദ്ദിയുടെ ലൈഫിൽ ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നതും പെദ്ദി ആ ഐഡന്റിറ്റി എന്താണെന്ന് അറിയുന്നതും. നെക്സ്റ്റ് വരുന്നത് ശിവരാജ് കുമാറിന്റെ ക്യാരക്ടർ, ഗുസ്തി പരിശീലനായിട്ട് വന്നിട്ട് അദ്ദേഹത്തിന്റെ അഖാഡയിൽ എങ്ങനെ പെദ്ദി എത്തിപ്പെടുന്നു, അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ പുള്ളി എങ്ങനെ ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, നാഷണൽ ലെവൽ വരെ എത്തുന്നു. അപ്പോൾ ഈ ഗ്രാമത്തിലെ 1800ഓളം വരുന്ന ആൾക്കാർക്ക് ഗവൺമെന്റ് റെക്കോർഡ്സിൽ അവർക്ക് ഇടം കിട്ടിയോ, അങ്ങനെയൊക്കെയുള്ള ആൻസറുകൾ ചെയ്യുന്ന ഒരു സെക്കൻഡ് ഹാഫ്. അതിന്റെ ഒരു ഇമോഷണൽ കണക്ട് ഉണ്ട്. ശിവരാജ് കുമാറിന്റെ ക്യാരക്ടറും പെദ്ദിയുമായിട്ടുള്ള ആ കണക്ഷൻ ഉണ്ട്. രാംചരന്റെ ആ ക്യാരക്ടറുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. അതൊക്കെ നല്ല ഇമോഷണലി ഇവർ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ആ ഗുരുശിഷ്യ ബന്ധം നല്ല രസമുണ്ട്. അതിനകത്ത് വരുന്ന വർക്കൗട്ട്സും കാര്യങ്ങളും, അതിന്റെ ഒരു ഫിസിക്കൽ ഫ്ലെക്സിബിലിറ്റി രാംചരന്റെ അടിപൊളി. പിന്നെ നമ്മുടെ എന്താ പറയാ, മറ്റേ കരാട്ടെ കിഡിന്റെ ഒക്കെ പരിപാടികളൊക്കെ നമുക്ക് ഓർമ്മ വരും, ചില പരിശീലനങ്ങളും കാര്യങ്ങളും ഒക്കെ. അതൊക്കെ വിടാം, ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഒരുപാട് സിനിമാറ്റിക് ലിബർട്ടിയും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഇവർ എടുത്തിട്ടുണ്ട്. ആ ഒരു മാസ് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറെ പരിപാടി പിടിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ചില ഇന്റർവെലിന് ശേഷമുള്ള ആ ഗുസ്തി സീക്വൻസും കാര്യങ്ങളും ഒക്കെ ഒരു രക്ഷയില്ല. ഇടിവെട്ട് രോമാഞ്ചിഫിക്കേഷൻ, എഡ്ജ് ഓഫ് സീറ്റ് തരുന്ന കുറച്ച് പരിപാടികളൊക്കെ അസാധ്യമായിട്ട് പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം ടുവേർഡ്സ് ദ ക്ലൈമാക്സ് വരുമ്പോഴത്തേക്കും പെദ്ദിക്ക് ഒരുപാട് തോൽവികളും ബാക്ക്ലാഷും വരുമ്പോൾ അതെങ്ങനെ പരിഹരിക്കാൻ വേണ്ടി പുള്ളി ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ആ പരിപാടിയൊക്കെ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകും. ആ ഒരു ട്വിസ്റ്റ് അടിപൊളിയായിരുന്നു. ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ഇനി എന്ത് എന്നുള്ളിടത്തു നിന്ന് ഈ പടം തുടങ്ങുന്നിടത്താണ് ഈ പടം ശരിക്കും കയ്യടി അർഹിക്കുന്ന ഒരു സംഭവം. അതൊരു നല്ല റൈറ്റിംഗ് ആണ്. അതിനനുസരിച്ച് അത്യാവശ്യം നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചോദ്യങ്ങളൊക്കെ വരാം. ഈ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഐഡന്റിറ്റി ഇല്ലാത്ത ആൾ എങ്ങനെ ഈ ലെവൽ വരെ എങ്ങനെ എത്തപ്പെട്ടു, അപ്പൊ അതിന്റെ റെക്കോർഡ്സ് എന്തൊക്കെയാണെന്നുള്ള ചോദ്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വരാം. ആ സിനിമയാണ്, കഥയിൽ ചോദ്യമില്ല എന്നുള്ള രീതിയിൽ വിട്ടുകൊടുക്കേണ്ടി വരും. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ്, ഒരുപാട് നല്ല അഭിനയ മുഹൂർത്തങ്ങളുള്ള രാംചരണിനെയൊക്കെ അത്രയും കിടിലമായിട്ട് അഭിനയിച്ചിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ 2 പടങ്ങളിലെ ഞാൻ കണ്ടിട്ടുള്ളൂ. RRRും രംഗസ്ഥലവും. ഇതിൽ മാത്രമാണ് പുള്ളിയെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് കണ്ടത്. മഗധീരയിലും എനിക്ക് ആദ്യത്തെ പടത്തിലാണെങ്കിലും പുള്ളി എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടതാണ്. പിന്നീട് അങ്ങോട്ട് വന്ന പടങ്ങളിലൊന്നും അത്ര ഇമ്പാക്ട് പുള്ളിക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് ഈ ഒരു ഇമോഷണലി ഹൈ ആയിട്ട് വരുന്ന ഒരു ക്ലൈമാക്സും കാര്യങ്ങളും, സാധാരണ ഒരു അടി ഇടി വെടിയിലൊക്കെ തീർക്കേണ്ട ഒരു സംഭവത്തിനെ ഈ ഒരു സ്പോർട്സ് പശ്ചാത്തലത്തിൽ പറയുമ്പോൾ ഒരു ഗ്രാമത്തിനെ മൊത്തം യുണൈറ്റ് ചെയ്യിപ്പിക്കുന്ന, അതിർവരമ്പുകളൊക്കെ മാറ്റുന്ന, അങ്ങനെ ഒരു നല്ല മെസ്സേജ് ഒക്കെ പാസ് ചെയ്യുന്ന, ഒരു നല്ല ഫീൽ കിട്ടുന്ന, ആ മെസ്സേജ് ഒക്കെ ഭയങ്കര പ്രീച്ചി ആയിട്ട് അതിനകത്ത് ഇടുന്നില്ല, പക്ഷെ അത് നല്ല രസകരമായിട്ട് അത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഹാവിങ് സെഡ് ദാറ്റ്, ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഈ പറഞ്ഞ നായികയുടെ പ്രശ്നങ്ങളെയൊക്കെ മാറ്റി നിർത്തി അതിനെയൊക്കെ പരിഹരിച്ചിരുന്നെങ്കിൽ ഒരുപാട് നല്ല രീതിയിൽ കുറച്ചുകൂടെ ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടാൻ, കണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു ചിത്രം തന്നെ ആകേണ്ടതായിരുന്നു.
അതാണ് എന്റെ അഭിപ്രായം. കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം രേഖപ്പെടുത്തുക.